ഉഷാറില്ല. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഖത്തർ നാഷണൽ ഡേ ആണ്. അപ്പോൾ നാഷണൽ ഡേ വ്യൂസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ ഒരുപാട് ലേറ്റായി. അപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് നേരെ പോകുന്നത് മിയ പാർക്കിലേക്കാണ്. ഇവിടെ മിയ പാർക്കിൽ ഞങ്ങൾ ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിലും മ്യൂസിയത്തിലേക്ക് കയറിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞങ്ങളൊന്ന് മ്യൂസിയം കാണാമെന്ന് വിചാരിച്ചു. ഇതിന് മുമ്പൊരു തവണ ഞങ്ങൾ മ്യൂസിയത്തിലേക്ക് പോകാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈവനിങ് 5 o'clock കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂസിയം ക്ലോസ് ചെയ്യും തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് ടൈമുണ്ട്. ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഔട്ടിങ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ടൈം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. പാർക്കിംഗ് ഏരിയ കുറച്ച് ദൂരെയായിരുന്നു. മ്യൂസിയത്തിൻ്റെ അടുത്തേക്ക് നടന്നെത്തിയപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് എക്സോസ്റ്റഡ് ആയി. പക്ഷെ വരുന്ന വഴിയിലൊക്കെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ മ്യൂസിയത്തിലേക്ക് എൻ്റർ ചെയ്യാണ്. ഇത് ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ വലിയൊരു മ്യൂസിയം ആയിരുന്നു. 3 or 4 ഫ്ലോറിലായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ താഴത്തെ ഫ്ലോറിൽ നിന്നെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇത് ടെമ്പററി ആയിട്ട് സെറ്റ് ചെയ്തതാണ്, നെക്സ്റ്റ് ഫ്ലോറിലും ഒരുപാട് കാണാനുണ്ടെന്ന്. ഇവിടെ ഉള്ളതിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് വലിയ ധാരണയും പരിജ്ഞാനമൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ എല്ലായിടത്തും പോകുന്നുണ്ട്, എല്ലാം വായിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഇവരിതൊക്കെ എത്ര നീറ്റായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നോ. ഓൾമോസ്റ്റ് എല്ലാം ഗ്ലാസിൻ്റെ ഉള്ളിലാണ്, പക്ഷെ നമുക്കത് മനസ്സിലാവില്ല. ഈ ഗ്ലാസ്സിലൊന്നും ഒരു പൊടി പോലും ഇല്ല, അത്രയും ട്രാൻസ്പെറൻ്റ് ആണ്. അങ്ങനെ ഒരു ബാരിയർ അവിടെ ഉള്ളത് നമുക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാവാതെ അനുവേട്ടൻ്റെ തലയിടിച്ചിട്ടുണ്ട്. കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത്രയുണ്ട് ഇവിടെ കാണാൻ. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യായിരുന്നു. Excuse me. മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പേൾ ഖത്തറിലേക്ക് പോയി. ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ്, രാത്രി ആയിട്ടുണ്ടെങ്കിലും നല്ല തണുപ്പ്. അതുകൊണ്ട് തന്നെ ഡേ ടൈമിൽ കാണേണ്ട സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ മാക്സിമം ഇപ്പോൾ കവർ ചെയ്യാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ്. ഫോട്ടോസ് എടുത്തു തരാൻ ആളെ കിട്ടിയത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസ് എടുത്തു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഈവനിങ് ആയി. ഇപ്പം തിരിച്ചാലേ ഫുഡൊക്കെ കഴിച്ച് നൈറ്റ് ആകുമ്പോഴേക്കും റൂമിലെത്തുള്ളൂ. നാഷണൽ ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് നല്ല തിരക്കുണ്ടാകും, നല്ല ട്രാഫിക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോയത് വക്രയിലേക്കാണ്. അങ്ങോട്ടേക്കുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.